ഹായ് ഹലോ എല്ലാവർക്കും എ ആൻഡ് കിഡ്സ് സ്റ്റഡിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എ ബി സി ഡി ഇവ പഠിച്ചു. നമുക്കതിൻ്റെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഈ എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് നോക്കേ. ആദ്യം ഒരു വര, രണ്ടാമതൊരു വര, വീണ്ടും ഒരു വര, 4 വരകൾ കണ്ടോ. ഇതുപോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ആയി. ശ്രദ്ധിച്ച് നോക്കിയേ, കണ്ടോ 4 വരകൾ. ഇതുപോലെ എഴുതിയാൽ മാത്രം മതി കേട്ടോ. അടുത്തത് നമ്മൾ എഫ് ആണ് എഴുതുന്നത്. എഫ് എഴുതാൻ 3 വരകളുടെ മാത്രം ആവശ്യമുള്ളൂ. ഈ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എഫ് എഴുതാനും നമുക്ക് എളുപ്പമാണ്. 4 വരകളാണ് ഈക്കുള്ളത്. ഇതിൽ 3 വര മാത്രമേ ഉള്ളൂ. താഴത്തെ ഒരു വര വേണ്ട, അപ്പോഴത്തേക്കും എഫ് ആവും. ഇതേപോലെ എഴുതിയാൽ മാത്രം മതി. കണ്ടോ, ഇതേപോലെ എഴുതിയാൽ മാത്രം മതി. താഴെ വര ഇല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്തത് ജി ആണ് എഴുതുന്നത്. ജി നമ്മൾ സി പഠിച്ചല്ലോ. സി പഠിച്ച പോലെ സി എഴുതിയിട്ട് വളച്ചൊരു വര വരച്ചിട്ട് പിന്നെ ഒരു വര, താഴോട്ടൊരു വര, ജി ആയി. സി എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ജി എഴുതാനും. വളച്ചെടുക്കണം, കൈ വഴങ്ങി വരണം. അത് കഴിഞ്ഞ് അടുത്തത് എച്ച് ആണ് വരുന്നത്. എച്ചിനും 3 വരകളാണ്. സൈഡിൽ 2 വര, നടുക്കൂടെ ഒരു വര. എളുപ്പമാണ്. എച്ചൊക്കെ വളരെ എളുപ്പമാണ്. ഈ ലെറ്റേഴ്സ് വെച്ച് ഇനി കുറച്ച് ചിത്രങ്ങൾ പരിചയപ്പെടാം. അന്നത്തെ പോലെ, അന്ന് നമ്മൾ ABCD വരച്ചതുപോലെ ഇതിലും കുറച്ച് ചിത്രങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.